നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 108/2024. ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 70 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ. വുഡ് യു മൈൻഡ് കഴിയുമ്പോൾ വെർബിൻ്റെ ING ഫോമാണ് ചേർക്കേണ്ടത്. വുഡ് യു മൈൻഡ് മൂവിങ്, മൂവിൻ്റെ ING ഫോം മൂവിങ്. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ ബുക്ക് ഫോർ എ ഡേ എന്നൊക്കെ നോർമലി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വെർബിൻ്റെ ING ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് സപ്ലൈ എ വെർബ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ഇറ്റ്സ് സബ്ജക്റ്റ്. ഐദർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ. ഐദർ ഓർ വന്നു. അപ്പോൾ വരേണ്ട വെർബ്, ഹെൽപ്പിംഗ് വെർബ് വരേണ്ടതിന് തൊട്ട് മുമ്പ് ദി ഡയറക്ടർ സിംഗുലറാണ്. അപ്പോൾ വാസ്. ഐദർ ദ കാസ്റ്റ് ഓർ ദി ഡയറക്ടർ, അത് ഡയറക്ടർ സിംഗുലർ ആയതുകൊണ്ട് വാസ്. നെക്സ്റ്റ്, മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീസ് ലൈങ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ ഇവിടെ ഡാഷ് ഓഫ് കീസ് കളക്റ്റീവ് നൗൺസ് ആണ്. എപ്പോഴും ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുന്നത്. Next question, you must get some more questions dash you can't complete your project. കുറച്ചും കൂടി ചോദ്യങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രോജക്റ്റ് തീർക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതർവൈസ്. You must get some more questions, otherwise you can't complete your project. Next question, if I had known that you were coming. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ തേർഡ് ടൈപ്പ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ്. നീ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയേനെ. ടൈപ്പ് 1 ഇഫ് ഐ നോ ദാറ്റ് യു ആർ കമ്മിങ് ഐ വിൽ പ്രിപ്പയർ യുവർ ഫേവറേറ്റ് ഡിഷസ്. അത് ടൈപ്പ് 1. ഇഫ് ഐ നോ ഐ വിൽ പ്രിപ്പയർ. If I knew, I would prepare. പാസ്റ്റ് വരുമ്പോൾ മെയിൻ ക്ലോസിലും. ഇഫ് ഐ ഹാഡ് നോൺ, ടൈപ്പ് 3. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ്. ടൈപ്പ് 3ലാണ് ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks with the correct reported speech. She asked me ഇഫ് ഐ നീഡഡ് ലഞ്ച്. എന്നോട് ചോദിച്ചു. അപ്പോൾ പാസ്റ്റാണ്, ആസ്ക്ഡ് എന്നുള്ള പാസ്റ്റ്. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ടും പാസ്റ്റ് തന്നെ. ഇഫ് ഐ നീഡഡ് ലഞ്ച്. ബാക്കി ഓപ്ഷൻസ് ഡു യു, ഡസ് അതൊന്നും വരില്ല. ഇഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും വരുന്നത്. ഇഫ് ഐ നീഡഡ് ലഞ്ച് അല്ലെങ്കിൽ വെദർ ഐ നീഡഡ് ലഞ്ച് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഇവിടെ ഓപ്ഷൻസിൽ ഇഫ്. നെക്സ്റ്റ്, ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട്. നമ്മൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം കോമൺ ആയിട്ട് കാണുന്നതാണ്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും എങ്ങനെയാണ് ഓരോ സെൻറ്റൻസുകളിലും യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം, ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും കള്ളന്മാർ പോയിരുന്നു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്നതിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്നതിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസും. അപ്പോൾ വി റീച്ച്ഡ് ഹോം എന്നുള്ളത് ഒരെണ്ണം. ദ തീഫ് ലെഫ്റ്റ് ദ സ്പോട്ട്. അപ്പോൾ ഇത് രണ്ടിൽ വീട്ടിൽ എത്തി കള്ളന്മാർ പോയി. ഇപ്പോൾ ഇതിൽ ആദ്യം നടന്ന ഏതാ? വീട്ടിലെത്തിയപ്പോഴേക്കും കള്ളന്മാർ പോയി. അപ്പോൾ കള്ളന്മാർ പോയി, തീഫ്സ് ലെഫ്റ്റ് എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് വേണം യൂസ് ചെയ്യാൻ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അപ്പം ദ തീഫ് ഹാഡ് ലെഫ്റ്റ്. ആദ്യം നടന്ന ഇൻസിഡൻറ്റ് തീഫ് ലീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഹാഡ് ലെഫ്റ്റ്, അത് പാസ്റ്റ് പെർഫെക്റ്റ്. ഫസ്റ്റ് നടന്ന ഇൻസിഡൻറ്റിൻ്റെ ഒപ്പം വേണം ജോയിൻ ചെയ്യാൻ. സെക്കൻഡ് ഇൻസിഡൻറ്റ് സിമ്പിൾ പാസ്റ്റ്, അതാണ് ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ദ സ്പോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks using an article. രമേഷ് ഈസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. MBA എ എന്നുള്ളൊരു സൗണ്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എം ആണ് എഴുതുന്നതെങ്കിൽ. അപ്പോൾ രമേഷ് ഈസ് ആൻ MBA ഗ്രാജുവേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് only ഡാഷ് സ്റ്റുഡൻസ് റെസ്പോണ്ടഡ് ടു ഹിസ് ക്വറീസ് ഇൻ ദ ഇൻട്രാക്റ്റീവ് സെഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ റെസ്പോണ്ട് ചെയ്തുള്ളൂ എന്നാണ്. കുറച്ചെന്ന് കാണിക്കാൻ എ ഫ്യൂ സ്റ്റുഡൻസ്.
വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഫുൾ നെഗറ്റീവാണ്. ലിറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ നോ എന്നുള്ള അർത്ഥമാണ്. എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. കുറച്ച് എന്ന് കാണിക്കുന്നത് എ ഫ്യൂ. അപ്പോൾ സ്റ്റുഡൻസ് പറയുമ്പോൾ എ ലിറ്റിൽ പറയില്ല, എ ഫ്യൂ, കുറച്ച്, എ ഫ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ട് ദ ഫ്രേസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു അൺസ്ക്രാമ്പിൾ ദ സെൻറ്റൻസ്. തന്നിട്ടുള്ളത് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ, ദിസ് ഈസ് വൺ ഓഫ്. അപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദിസ് ഈസിലാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ. സി ആദ്യം വരുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ. CAB ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്